നമ്മുടെ മലർവാടി തൊട്ട് ശ്രീ വിശാഖിലാണ് നമ്മുടെ സിനിമകൾ ന്യൂലും ഒക്കെയാണ് ഓടി. അത് മാക്സിമം സിനിമ റൺ തന്നിട്ടുണ്ട്. അന്ന് നമ്മൾ സുഹൃത്തുക്കളല്ല, പക്ഷെ എന്നിട്ട് ആ സിനിമകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വിശാഖ് പുതിയ വരുന്ന പിള്ളേർ പുതിയ അല്ലെങ്കിൽ അയാളെ പോലെ തന്നെ ഒരു യങ്, ഇപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ബിസിനസ് ഒരു യങ് ഓണ്ടർപ്രണറായി മാറിയ ഫസ്റ്റ് സിനിമയിലെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ തിയേറ്റർ ഓണർ വിശാഖ് ആയിരിക്കും. അതിനുശേഷമാണ് മറ്റ് അച്ഛന്മാർ അവരുടെ മക്കളെ വിശ്വാസം അർപ്പിച്ച് ബിസിനസ് ഏൽപ്പിക്കാൻ തുടങ്ങിയത്. ഇത് ഒരു 8-9 years ബാക്ക് ആണ്. ഓക്കെ, വിശാഖ് ഇപ്പം ഒരു പ്രൊഡ്യൂസറാണ്. അപ്പം ഒരു തന്നെ തുടങ്ങിയതല്ല, ഒരു അപ്പന്റെ ആണ്, പക്ഷെ ദാറ്റ്സ് എ ലെഗസി അല്ലെ. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോ വിശാഖിന്റെ ഒരു തിയേറ്റർ സൈഡിലുള്ള ചേച്ചി പറഞ്ഞ കറക്റ്റ് ലെഗസി ആയിട്ടാണ്. ഫിലിം പ്രൊഡക്ഷനിൽ എന്നെ കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും, ഇപ്പൊ അജു ആണെങ്കിലും ധ്യാനം, കാരണം വീട്ടിൽ സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇഷ്ടമല്ല, മോർ ദാൻ ഒരു പേടിയാണ്. ചേച്ചിക്ക് അറിയാലോ ഇപ്പൊ പൈസ പോണേ. ഇപ്പൊ ഗ്രാൻഡ് ഫാദർ എല്ലാം പ്രൊഡക്ഷൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയുള്ള ജനറേഷൻ ആരും സിനിമ എടുക്കില്ലെന്ന്. പക്ഷെ അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, ആരും ചെയ്തില്ല. ഗ്രാൻഡ് ഫാദറിന് 6 പേരുണ്ട്. അപ്പൊ എന്റെ മൂത്ത അങ്കിൾ ആ സമയത്ത് എസ് കുമാർ ഇതേപോലെ ഗ്രാൻഡ് ഫാദറുടെ കൂടെ പടം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ 3rd ജനറേഷൻ ആരും സിനിമയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടില്ല, ചിലപ്പോ എന്നെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് പിള്ളേരല്ലേ മരിച്ചു കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ. എടുത്തില്ല, അനുസരണ വേണം. ഇവൻ അനുസരണ ഇല്ല. അല്ല, ഞാൻ ജനിച്ചിട്ടില്ല, കേട്ടില്ല, അതുകൊണ്ടാ. തെളിവ് വേണമല്ലോ, അതല്ല, എന്നെ കണ്ടില്ലല്ലോ. ചിലപ്പോ എന്നെ കണ്ടിരുന്നെങ്കിൽ നീ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ ലെഗസിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഗ്രാൻഡ് ഫാദർ ആരും ഫിലിമിലേക്ക് വരരുതെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ യു ഹാവ് ടു ബി സക്സസ് ഇൻ യുവർ ലൈഫ്. അല്ല ചുമ്മാ നമ്മൾ കയറി ഒരു ലെഗസി ഏറ്റെടുത്തതല്ല, മാത്രമല്ല ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്തു. അപ്പൊ യുവർ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എനിക്ക് ഫസ്റ്റ് ഇതേപോലെ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, ഫിലിം പ്രൊഡക്ഷൻ ഞാൻ തിയേറ്റർ സൈഡിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഫാദർ ഞാൻ ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഫാദറിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വന്നപ്പോൾ സിനിമയുടെ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരുന്ന ടൈമായിരുന്നു. ഈ ഫിലിംസ് ലൈക്ക് സോൾട്ട് ആൻഡ് പെപ്പർ, തട്ടത്തിൻ മറയത്ത്, ഡയമണ്ട് നെക്ലേസ്, ഇതൊക്കെ. അപ്പൊ അന്നാണ് ഞാൻ ഇവരുടെ എല്ലാം സംസാരിച്ച് തുടങ്ങുന്നതും. അപ്പൊ ഇവര് തിയേറ്ററിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യും, ഞാൻ സിനിമയെ കുറിച്ച് അറിയാനും തുടങ്ങി മൊത്തത്തില്. അപ്പൊ ആ സമയത്ത് അടികപ്പിയരെ കൂട്ടമണി ട്രിവാൻഡ്രത്തിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ധ്യാന ഇതേപോലെ അളിയനാണ് ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസറെ ഉള്ളായിരുന്നു. അപ്പൊ ഇതേപോലെ ഇങ്ങനെ എൻ്റെ ചോദിച്ചു, ഒരാളും കൂടെ വേണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ധ്യാൻ എൻ്റെ അടുത്ത് ഒരു ദിവസം കൊച്ചിയിൽ വിളിച്ച് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ എന്തെങ്കിലും ആയിരിക്കും വന്നു. രണ്ടും നേരെ തോളിൽ വെച്ചിട്ട്, അളിയനാണ് എൻ്റെ പടത്തിന്റെ പ്രൊഡ്യൂസറിന്. അപ്പൊ ഞാനാണെങ്കിൽ എനിക്കൊരു അറിയത്തില്ല മൊത്തത്തില്. അപ്പോൾ എൻ്റെ ഒരു റീസൺ പറഞ്ഞു, ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ആസ് എ ഡയറക്ടർ, ചേട്ടനും എൻ്റെ അച്ഛനും ഓൾറെഡി സിനിമ എടുത്തിട്ടുണ്ട്. സോ നീയും ഇതേപോലെ നിൻ്റെ ഒരു ലെഗസി അടുത്ത പ്രൊഡക്ഷനിൽ വരണം. പക്ഷെ ഒരു കാര്യം, നീ ഒന്നും അറിയണ്ട, എല്ലാം അജു നോക്കിക്കോളും. പിന്നെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അവൻ ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തത്, അതായത് അവൻ തന്നെ ഇവനെ കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാര്യം അവനും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇതിനെ കുറിച്ച്. ഇതെല്ലാം അറിയാവുന്ന അതുകൊണ്ട് ഇയാൾ വന്നത് കൊണ്ടാണ് ആ പടം ലവ് ആക്ഷൻ ഡ്രാമ ഇറങ്ങിയത്. ആക്ച്വലി അതിന്റെ കഥ അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര കൊച്ചു പൈസ വെച്ചിട്ട് ഒരു വലിയ സിനിമ ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങി. ഇത്ര വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇവൻ ഇല്ലായിരുന്നെങ്കിൽ പകുതി വഴിയിൽ എടുത്തൊക്കെ മതി നിർത്തി പെട്ടിയിലാക്കിയിട്ട് നമ്മൾ പോയത്. ആക്ച്വലി വിശാഖിന് അറിയായിരുന്നു ഇവരുടെ ഒന്നും ഇല്ലാതെ ഇവർക്കൊന്നും അറിയില്ല കോൺഫിഡൻസ് എനിക്ക്. അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് ഇതിനകത്തെല്ലാം പഠിക്കാമല്ലോ എന്ന്. പ്രൊഡക്ഷനെ കുറിച്ചാട്ടോ. ധ്യാൻ ഞങ്ങളൊരു ഡിസൈഡ് ചെയ്തായിരുന്നു, ധ്യാൻ പ്രൊഡക്ഷനിൽ ഉണ്ടെങ്കിലും ഡയറക്ടർ ആയതുകൊണ്ട് ഒരു പ്രൊഡക്ഷന്റെ ജോലി ഏൽപ്പിക്കരുതെന്ന്. അത് നമ്മൾ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു, ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഒരു ഡയറക്ഷൻ ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ അല്ലേ, അതെ, ഒന്നും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു. ആക്ച്വലി ധ്യാനും ഒരു ക്വസ്റ്റ്യനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അടുത്ത്. പിന്നെയും ധ്യാൻ എന്നെ ഫേവർ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഷോട്ടിനൊക്കെ നിൽക്കുമ്പം, അതായത് ഡയലോഗ് പഠിച്ച് ഏറ്റവും ഞാൻ പാടുപെട്ട് അഭിനയിച്ച പടം അതാ. ഇത് എന്റെ ജീവിതത്തിൽ, അതായത് ഈ ജോലി ഇത്ര തല്ലിപ്പൊളിയാതെ ഞാൻ മനസ്സിലാക്കി. പ്രൊഡക്ഷൻ, അതായത് ഞാൻ ഇങ്ങനെ ഷോട്ടിന് ഇങ്ങനെ, ഒന്നാമത് അപ്പുറത്ത് നയൻതാര മാമാണ്. അപ്പം നമുക്ക് വെറുതെ ഷോട്ടുകൾ എടുക്കേണ്ട സമയം, ലൊക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഡയലോഗൊക്കെ പഠിച്ച് പതിവില്ലാതെ പഠിക്കാനും പാട്. ധ്യാനാണെങ്കിൽ റീടേക്ക് വിളി എനിക്ക് ഏറ്റവും കൂടുതൽ, റീടേക്ക് തെറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവൻ വന്നിട്ട് മറ്റേ ലൊക്കേഷൻ്റെ റേറ്റ് 5 ലക്ഷം.
അപ്പൊ വീണ്ടും റീടേക്ക്. അടിച്ചതൊക്കെ പോയി. അവസാനം ഞാൻ നോക്കുമ്പോ ഒരു ദിവസം ധ്യാനിങ്ങനെ വിശാഖനെ പോടാ. പോടാ ഇനി അവന്റെ ചെവി വന്ന് പറയരുത്. അല്ല, ധ്യാൻ ആക്ച്വലി ഞാൻ എന്തോ കൂളായിട്ട് ഇതേപോലെ ഈ പൈസ കൊടുക്കട്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ധ്യാൻ വേറെ എന്തോ സീൻ ആലോചിച്ച് ഇങ്ങനെ സ്ട്രൈറ്റ് നോക്കിയായിരുന്നു. അപ്പൊ ഞാൻ ഈ പോണ വഴി ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം അവൻ ഇങ്ങനെ തുറിച്ചു നോക്കണം. ഇനി വല്ല ചീത്ത വിളിക്കാനാണെന്ന് വെച്ചാൽ ഞാൻ അജപ്പ് എന്താണെന്ന് ഞാൻ പിന്നെ ഞാൻ ആക്ച്വലി എന്നെ പ്രൊട്ടക്ട് ചെയ്തു. ഇവൻ വന്നിട്ട് ഷോർട്ടിന്റെ ഒക്കെ നിൽക്കുമ്പോൾ ഡയലോഗ് പിടിച്ച് കൗണ്ടറൊക്കെ പോകുന്നു. മറ്റേത് 5 ലക്ഷം പോട്ടോ, ഡയലോഗ് 1 more, എന്നിട്ട് ഇവൻ പോവും. കാരണം ഞാനൊന്ന് ട്രാൻസ്പെറന്റ് ആണ്. ഞാൻ കൊടുക്കട്ടോ വേണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി. അതെ, കൊടുക്കട്ടോ വേണ്ടെന്ന് ചോദിക്കാനായിരുന്നു. അതല്ല ടെൻഷൻ, ഇവിടെ അഭിനയിക്കുകയും വേണം, പ്രൊഡക്ഷന്റെ മറുപടിയും പറയണം, ധ്യാന്റെ ഫേസും കാണുകയും വേണം. അത് ശരിക്കും പാടുപെട്ടുണ്ടാവില്ല. Ali's Kitchen. Let's cook with love.